ബിഗ് ബോസിലെ മികച്ച മൈൻഡ് ഗെയിമർമാരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സ്ഥാനം ഫാബുവിന് അവകാശപ്പെട്ടതാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഫാബുവിൻ്റെ മൈൻഡ് ഗെയിം നമ്മൾ സീസൺ 1 നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്നലെ വന്നപ്പോഴും ഫാബു ആ മൈൻഡ് ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നമ്മളെ കാണിച്ചു. പക്ഷേ ഫാബുവിനെ വീഴ്ത്തുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്നലെ ജിൻഡോ കാഴ്ചവെച്ചത്. എനിക്ക് തോന്നുന്നു ഇത്രയും നാളുമില്ലാത്തൊരു ജിൻഡോയാണ് ഇന്നലെ നമ്മളവിടെ കണ്ടത് എന്നുള്ളതാണ്. 10-6 ദിവസമായിട്ട് ജിൻഡോയെ നമ്മൾ കാണുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തനായി ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്, ഈ മനുഷ്യൻ ഇത്ര പാവമായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് കാണുന്ന വിധം തന്നെയാണ് ജിൻഡോ ഇന്നലെ പെരുമാറിയത് എന്നുള്ളതാണ് സത്യം. അത് ഫാബുവിനെ വീഴ്ത്താൻ പറ്റിയൊരു ആയുധം കൂടിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫാബുവിൻ്റെ കൂടെ നടക്കുകയും ഫാബുവിന് വേണ്ട സഹായങ്ങൾ ചെയ്തു. ഒരു ഹോട്ടൽ ജീവനക്കാരൻ എന്ത് വേണം അതിനനുസരിച്ചാണ് നമ്മളെ ജിൻഡോ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നത്. അതിന് സത്യമായിട്ട് സഹായകമായി നിന്നത് നമ്മൾ ഫ്രീദുവും അർജുനുമാണ്. ഫ്രീദും അർജുനും അവിടെ കിടന്ന് ജിൻഡോ കാണുന്നില്ല, ജിൻഡോ വരുന്നില്ല, ജിൻഡോ സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊരു കുളമായി മാറിയേനെ. പക്ഷേ അവർ ഒന്നും മിണ്ടിയില്ല, ജിൻഡോയുടെ മനസ്സിനനുസരിച്ച് പെരുമാറി. പക്ഷേ ഈ സ്ഥാനത്ത് ജാസ്മിനാണെങ്കിൽ ജിൻഡോ ഒക്കെ അവിടെ പോയിരിക്കുകയാണ്, അങ്ങേരുടെ പുറകെ പോയിരിക്കുകയാണ്, ക്യാപ്റ്റൻ ഇത് കണ്ടോ അതാ മറ്റേതാ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായി മാറിയേനെ ഫീൻ. പക്ഷേ അർജുനും ഫ്രീദുവും ജിൻഡോയുടെ മനസ്സറിഞ്ഞു തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ജിൻഡോ തൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക ആദ്യമേ ചെയ്ത്. കഥകൾ പറഞ്ഞു കൊടുത്ത് ഫാബുവിൻ്റെ മനസ്സിൽ സഹതാപം സൃഷ്ടിക്കാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് ഒരു മനുഷ്യനോട് സഹതാപം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവനെ വെറുക്കുക നമുക്ക് എളുപ്പമല്ല. അതുതന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. സഹതാപം ഒരു സ്നേഹമായി മാറി. ഈ മനുഷ്യനെ എന്താ ഇങ്ങനെ, ഈ മനുഷ്യൻ വെറും പാവമാണല്ലോ, പറഞ്ഞു കേട്ട പോലെ അല്ലല്ലോ എന്ന് ഫാബുവിനെ കൊണ്ട് തോന്നിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഫാബുവിൻ്റെ മുഖഭാവമൊക്കെ അതുതന്നെയാണ് സൂചിപ്പിച്ചത്. ജിൻഡോയോട് സംസാരിക്കുമ്പം ഒരു സ്നേഹവും ഒരു വാത്സല്യമൊക്കെ ആ മനസ്സിലുണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളാണ് ഇന്നലെ സംഭവിച്ചുകൊണ്ടേയിരുന്നത്. പിന്നെ ജിൻഡോയുടെ ഒരു ഗെയിം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ജിൻഡോ പലപ്പോഴും ആരെങ്കിലും ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ജിൻഡോ ചുമ്മാ വെറുതെ വിടില്ല. ആ നോറയും അൻഫിബയൊക്കെ ജിൻഡോയെ ചൊറിയാൻ വന്നപ്പം ജിൻഡോ സൈലൻ്റായി ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്നു. ജിൻഡോയ്ക്ക് അത് തനിക്ക് വിപരീത ഫലമേ ഉണ്ടാക്കത്തുള്ളൂ, താൻ വിചാരിച്ച കാര്യം നടക്കത്തില്ല എന്ന് ജിൻഡോയ്ക്ക് ബോധ്യപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, ആ മൈൻഡ് ഗെയിം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് അളന്നു തൂക്കി ഇന്നലെ ജിൻഡോ കൊടുത്തു എന്നുള്ളതാണ്. പലരും ഞെട്ടിപ്പോയി കാണും. ടണൽ ടീമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫാബുവിനെ എന്ത് ചെയ്യാൻ വേണ്ടി, സ്വാധീനിക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും ചെയ്തു. ആദ്യമേ കയറി വന്നപ്പം അവരുടെ റൂം ഒഴിച്ചു കൊടുത്ത് ഫാബുവിൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ ശ്രമിച്ചു. അവർ വിചാരിച്ചത് ഫാബുവായിട്ട് ആ റൂം പങ്കിടുകയും ഫാബുവിൻ്റെ പരമാവധി കോയിൻ അടിച്ചു മാറ്റുകയും ചെയ്യുക എന്നുള്ള സംഗതിയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അത് പാളിപ്പോയി. ഫാബുവിനെ പോലെ ഒരു ഗെയിമറെ വീഴ്ത്താൻ അതൊന്നും പോരാ എന്ന് അവരേതായാലും ഓർത്തില്ല. പക്ഷേ ജിൻഡോ ചെയ്തത് വേറെ ഒരു ഗെയിമായിരുന്നു. ജിൻഡോ ഫാബുവിന് വേണ്ടി, ഫാബുവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഷർട്ട് മേടിച്ചു കൊടുക്കുന്നു. എൻ്റെ ആവശ്യമല്ല ബിഗ് ബോസ്, അത് ഗസ്റ്റിൻ്റെ ആവശ്യമാണ് എന്ന് പറയുന്നു. അതൊരു പാവത്താനെ പോലെ ഒരു മണ്ടനായിട്ട് അഭിനയിക്കുന്ന ജിൻഡോയും നമ്മൾ കണ്ടു. അതുതന്നെയാണ് ഞാൻ പറയുന്നത്. ഫാബു വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നത് ഫാബു ജിൻഡോയെ തകർക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്നൊക്കെ ആയിരുന്നു. എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷേ അവസാനം ജിൻഡോയുടെ മുന്നിൽ ഫാബു വീഴുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. ഏതായാലും ടാസ്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.